Hi students, welcome to your new class. ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് കണ്ടിജൻസി തിയറീസ് ഏതൊക്കെ നോക്കാം. ഇതിൽ മെയിനായിട്ട് പറയുന്ന കാര്യം എന്ന് പറയുന്നത് ലീഡേഴ്സ് എബിലിറ്റി ടു ലീഡ് ഈസ് എ കണ്ടിജൻറ്റ് അപ്പോൺ എ വേരിയസ് സിറ്റുവേഷണൽ ഫാക്ടർ including the leader's preferred style, the capabilities and behaviors of followers and also various other situational factors. ഈ ഒരു തിയറിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആയിട്ടുള്ള സിറ്റുവേഷനിൽ എങ്ങനെയാണ് ലീഡേഴ്സ് അത് ഹാൻഡിൽ ചെയ്യുന്നത്, ഒരു കണ്ടിജൻസി ഹാപ്പൻ ചെയ്യുമ്പോൾ അതിനെങ്ങനെ ഒരു ലീഡർ അവരുടെ എബിലിറ്റി കൊണ്ട് ഓവർകം ചെയ്യുന്നു എന്നുള്ളതാണ് പറയുന്നത്. ഇതൊരു ക്ലാസ് ഓഫ് ബിഹേവിയർ തിയറി തന്നെയാണ്. പക്ഷേ അവിടെ ഒരു ബെസ്റ്റ് നോ വൺ ബെസ്റ്റ് വേ ഓഫ് ലീഡിങ് ആൻഡ് ദാറ്റ് എ ലീഡർഷിപ്പ് സ്റ്റൈൽ ദാറ്റ് ഈസ് ഇഫക്റ്റീവ് ഇൻ സം സിറ്റുവേഷൻ മെ നോട്ട് ബി സക്സസ്ഫുൾ ഇൻ അതേഴ്സ്. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സിറ്റുവേഷനിൽ ഒരു ലീഡർ ഏതെങ്കിലും ഒരു കാര്യം ചെയ്ത് സക്സസ്ഫുൾ ആയെന്ന് വിചാരിക്കുക. പക്ഷേ അത് കണ്ടു പഠിച്ച് നമുക്ക് അതുപോലെ സിറ്റുവേഷൻ വന്നാൽ നമ്മൾ ചെയ്താൽ ശരിയായിക്കൊള്ളുന്നില്ല, അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ അത് സ്യൂട്ടബിൾ ആയിക്കൊള്ളുന്നില്ല. അപ്പോൾ ആ ഒരു ഇഫക്റ്റ് ഒരു ലീഡർ എങ്ങനെ ഇഫക്റ്റീവായിട്ട് ആ ഒരു പ്ലേസിൽ അവിടെ ബിഹേവ് ചെയ്യുന്നു, അല്ലെങ്കിൽ എന്തുകൊണ്ട് മറ്റൊരാൾ ചെയ്യുമ്പോൾ അത് അൺസക്സസ്ഫുൾ ആവുന്നു എന്നതിനെക്കുറിച്ച് പറയുന്ന തിയറിയാണ് കണ്ടിജൻസി തിയറി എന്ന് പറയുന്നത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കണ്ടിജൻസി തിയറീസ് ഏതൊക്കെ നോക്കാം ലീഡർഷിപ്പിൽ. ഫസ്റ്റ് വൺ, ഫീഡ്ലേഴ്സ് കണ്ടിജൻസി മോഡൽ. ഈ ഒരു തിയറി ഡെവലപ്പ് ചെയ്തത് ബൈ ഫ്രെഡി ഫീഡ്ലറാണ്. ഇതിൻ്റെ ഫസ്റ്റ് കോംപ്രിഹെൻസീവ് കണ്ടിജൻസി മോഡലാണ് ലീഡർഷിപ്പിൽ തന്നെ ഉണ്ടായിരിക്കുന്നത്. അതായത് ഇദ്ദേഹം ബിലീവ് ചെയ്യുന്നത് ലീഡർഷിപ്പ് ഇഫക്റ്റീവ്നെസ് എന്ന് പറയുന്നത് എപ്പോഴും ഡിപ്പെൻഡ് ചെയ്യുന്നത് രണ്ട് കൂട്ടരുടെ മുകളിലുമാണ്. അതായത് ലീഡറിൻ്റെ പേഴ്സണാലിറ്റിയിലും ആ സിറ്റുവേഷൻ്റെയും ബേസിൽ രണ്ട് മെയിൻ പോയിന്റുകളെ ഫോക്കസ് ചെയ്തിട്ടാണ് ഇദ്ദേഹം ഈ തിയറി ഫോം ചെയ്തിരിക്കുന്നത്. ഒന്ന് ലീഡറിൻ്റെ പേഴ്സണാലിറ്റിയും, രണ്ട് ആ സിറ്റുവേഷൻ എന്താണെന്നുള്ളത്. ചില ലീഡേഴ്സ് വളരെ ഇഫക്റ്റീവായിട്ട് ഒരു സിറ്റുവേഷൻ നന്നായി ഹാൻഡിൽ ചെയ്യും, പക്ഷെ മറ്റുള്ള ഒരാൾക്ക് അതുപോലെ ചെയ്യാൻ സാധിച്ചോളുന്നില്ല. അപ്പോൾ ഈ ഒരു തിയറിയിൽ പറയുന്നത് ദർ ഈസ് നോ ബെസ്റ്റ് വേ ഫോർ മാനേജേഴ്സ് ടു ലീഡ്. ഒരിക്കലും ഇതാണ് ഏറ്റവും നല്ല വഴി ഒരു മാനേജറെ ലീഡ് ചെയ്യാൻ, അല്ലെങ്കിൽ ഇങ്ങനെ പോകണം എന്ന് നമുക്ക് പറഞ്ഞു കൊടുക്കാം അവിടെ സാധ്യമല്ല. കാരണം സിറ്റുവേഷനാണ് അവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലീഡർഷിപ്പ് എല്ലാം ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ സൊല്യൂഷൻ ടു മാനേജറൽ സിറ്റുവേഷൻ ഈസ് കണ്ടിജൻറ്റ്. കാരണം ഓരോരുത്തർ ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസും മാനേജറൽ സിറ്റുവേഷനൊക്കെ ഡിഫറെൻ്റ് ആണ്. ആൻഡ് അതിൻ്റെ ബേസിലായിരിക്കും നമ്മൾ ആ ഒരു സിറ്റുവേഷൻ അവിടെ ഹാൻഡിൽ ചെയ്യേണ്ടതെന്നുള്ളതാണ് ഈ ഒരു തിയറിയിൽ പറയുന്നത്. ഇനി ഇതിൽ പറഞ്ഞിരിക്കുന്നൊരു കാര്യം, ഫീഡ്ലർ ഡെവലപ്ഡ് ആൻ ഇൻസ്ട്രുമെൻറ്റ്. അതിന് വേണ്ട ഒരു LPC മോഡൽ, ലീസ്റ്റ് പ്രിഫേർഡ് കോവർക്കർ ക്വസ്റ്റ്യനെയർ ദാറ്റ് മെഷേഴ്സ് ദ ലീഡേഴ്സ് ബിഹേവിയറൽ ഓറിയൻറ്റേഷൻ ഐദർ ടാസ്ക് ഓറിയൻറ്റഡ് ആണോ റിലേഷൻഷിപ്പ് ഓറിയൻറ്റഡ് ആണോ എന്നറിയാൻ പറ്റും. അതായത് LPC ക്വസ്റ്റ്യനെയർ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്ത് കിട്ടുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും ആ ഒരു ലീഡർ അവിടെ ഫോളോ ചെയ്യുന്ന രീതി കൂടുതൽ ടാസ്ക് ബേസ് ചെയ്തിട്ടുള്ളതാണോ അതോ റിലേഷൻഷിപ്പിന് വാല്യൂ കൊടുക്കുന്നുണ്ടോ അല്ല. അതിന് 3 സിറ്റുവേഷണൽ ക്രൈറ്റീരിയ പറയുന്നു. ഒന്ന് റിലേഷൻഷിപ്പ്, ഒന്ന് പവർ, പിന്നെ ഒന്ന് ടാസ്ക് സ്ട്രക്ചർ. ഇതിൻ്റെ ബേസിലാണ് അത് തീരുമാനിക്കുന്നത്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനെയറിലാണെങ്കിലും ഏകദേശം 16ഓളം കോൺട്രാസ്റ്റിംഗ് അഡ്ജക്റ്റീവ്സ് ആസ്ക് ദ റെസ്പോണ്ടൻറ്റ് ടു തിങ്ക് ഓഫ് ഓൾ ദ co-workers he or she have ever had, the rate that person on a scale of 1 to 8 for each set of contrasting adjectives. അപ്പോൾ ഇതിൽ ഒരു 16 കോൺട്രാസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻസ് കൊടുത്തുകൊണ്ടാണ് ഇവിടെ പറയുന്നത്. അവിടെ ഇത് കിട്ടുന്ന ക്വസ്റ്റ്യനെയർ കിട്ടുന്ന ഒരു എംപ്ലോയി തിങ്ക് ചെയ്യേണ്ടത് അവരുടെ ഒപ്പമുള്ള ഓരോ കോവർക്കേഴ്സിനെ അവർ സ്കെയിൽ ചെയ്തിരിക്കുന്ന 1 മുതൽ 8 വരെയുള്ള ഒരു സ്കെയിലിങ്ങിലാണ് കൊടുത്തിരിക്കുന്നത്. ആൻഡ് വാട്ട് യു സേ അബൌട്ട് അതേഴ്സ് ടെൽസ് മോർ അബൌട്ട് യു ദാൻ ഇറ്റ് ടെൽസ് അബൌട്ട് ദ അതർ പേഴ്സൺ. നിങ്ങളെക്കുറിച്ച് എന്താണോ മറ്റുള്ളവർ പറയുന്നത് അത് തന്നെയാണല്ലോ നിങ്ങളും വേറൊരാളെക്കുറിച്ച് പറയുന്നത്. അതാണ് ആ ഒരു തത്വമാണ് ഇവിടെ പറയുന്നത്. വാട്ട് യു സേ അബൌട്ട് അതേഴ്സ്, നിങ്ങൾ എന്താണോ മറ്റുള്ളവരെ കുറിച്ച് പറയുന്ന കാര്യങ്ങൾ, ടെൽസ് മോർ അബൌട്ട് യു ദാൻ, മോർ അബൌട്ട് യു നമ്മളെക്കുറിച്ച് ഏറ്റവും കൂടുതലായിട്ട് പറയുന്നത് ഇറ്റ് ടെൽസ് അബൌട്ട് ദ അതർ പേഴ്സൺ. അപ്പോൾ ഇതിൽ ഫോളോയിങ് ഡിവൈസസ് ആണ് ഫീഡ്ലേഴ്സ് യൂസ് ചെയ്തത്. അതിന് ഫസ്റ്റ് പോയിന്റ് ആണ് ലീസ്റ്റ് പ്രിഫേർഡ് കോവർക്കർ സ്കെയിൽ എന്ന് പറയുന്നത്. ഇതൊരു ലീഡേഴ്സ് മോട്ടിവേഷനെ മെഷർ ചെയ്യാനുള്ള ഒരു മെത്തേഡാണ്. ടാസ്ക് മോട്ടിവേഷനാണോ റിലേഷൻഷിപ്പ് മോട്ടിവേഷനാണോ നോക്കുന്നത്. ഇതിൽ ഫീഡ്ലർ അസ്യൂം ചെയ്യുന്നത് എല്ലാവർക്കും ഒരു ലീസ്റ്റ് പ്രിഫേർഡ് കോവർക്കർ ഉണ്ടാവും എന്നാണ് പറയുന്നത്, ഈക്വലി അൺപ്ലസൻ്റ് ആയി നിൽക്കുന്നത്. ബട്ട് പീപ്പിൾ ഹു ആർ റിലേഷൻഷിപ്പ് മോട്ടിവേറ്റഡ് ആണെങ്കിൽ അവർ ഡിസ്ക്രൈബ് ചെയ്യുന്നത് ദെയർ ലീസ്റ്റ് പ്രിഫേർഡ് കോവർക്കർ എപ്പോഴും മോർ പോസിറ്റീവ് മാനറിലായിരിക്കും. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു പ്ലസൻറ്റ് ആൻഡ് മോർ എഫിഷ്യൻറ്റ്, അവരെപ്പോഴും അങ്ങനെ ഒരാൾക്ക് നമ്മൾ കൊടുക്കുന്ന എന്താ നല്ല പ്ലസൻറ്റ് ആണ്, അവർ മോർ എഫിഷ്യൻ്റ് ആണെന്നുള്ളതാണ്. ദെർഫോർ ദേ റിസീവ് ഹയർ LPC സ്കോർ. അതുകൊണ്ട് തന്നെ അവരെന്ത് ചെയ്യുന്നുണ്ട്, LPC സ്കോർ നല്ല ഹയർ അവർ ആവുന്നുണ്ട്.
പീപ്പിൾ ഹൂ ടാസ്ക് മോട്ടിവേറ്റഡ് ആണെങ്കിൽ അവർ കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അവർ ലീസ്റ്റ് പ്രിഫേർഡ് കോവർക്കർ കൊടുക്കുക, മോർ നെഗറ്റീവ് മാനറിലായിരിക്കും കൊടുക്കുക. അപ്പോൾ അവർ റിസീവ് ചെയ്യുന്നത് എന്തായിരിക്കും? LPC സ്കോർ വളരെ ലോ ആയിരിക്കും. സോ ദ ലീസ്റ്റ് പ്രിഫേർഡ് കോവർക്കർ സ്കെയിൽ ആക്ച്വലി നോട്ട് അബൌട്ട് ദ ലീസ്റ്റ് പ്രിഫേർഡ് വർക്കർ. അപ്പോൾ ഇതിൻ്റെ ഒരു ആൻസർ കൊണ്ട് നമുക്ക് ഒരിക്കലും ഇത് പറയാൻ പറ്റില്ല, ഇയാളാണ് ലീസ്റ്റ് പ്രിഫേർഡ് വർക്കർ എന്ന് പറയാൻ പറ്റില്ല. ഇൻസ്റ്റഡ് ഇറ്റ് ഈസ് അബൌട്ട് ദ പേഴ്സൺ ഹൂ ടേക്സ് ദ ടെസ്റ്റ്. ഇറ്റ് ഈസ് അബൌട്ട് ദ പേഴ്സൺസ് മോട്ടിവേഷൻ ടൈപ്പ്. എങ്ങനെയാണോ ആ വ്യക്തിയുടെ മോട്ടിവേഷൻ ടൈപ്പ്, അതിനെ ബേസ് ചെയ്തുകൊണ്ട് മാത്രമായിരിക്കും അതിൻ്റെ ആൻസർ ഉണ്ടാവുക എന്നാണ് പറയുന്നത്. കാരണം ഫീഡ്ലർ ഐഡൻറ്റിഫൈ ചെയ്തത് LPC വർക്കർ സ്കോറിംഗ് ഫോർ ലീഡേഴ്സ് ബൈ ആസ്കിങ് ദം ഫസ്റ്റ് ടു തിങ്ക് എ പേഴ്സൺ വിത്ത് വിച്ച് ദേ ആർ വർക്ക്ഡ്. ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ഇവർ ആരോടൊപ്പമാണ് വർക്ക് ചെയ്യുന്നത് എന്നാണ് ആദ്യം ചിന്തിക്കുന്നത്. ദേ വുഡ് അറ്റ്ലീസ്റ്റ് ടു വർക്ക് വിത്ത് എഗെയിൻ. അപ്പോൾ അവർ ചിന്തിക്കും അത് മോശമായി പറഞ്ഞു കഴിഞ്ഞാൽ ഇനി അവരോടൊപ്പം തന്നെ കൂടുതലായിട്ട് വർക്ക് ചെയ്യേണ്ടതല്ലേ, അപ്പോൾ അതുകൊണ്ട് തന്നെ ആ പേഴ്സൺ അവർ മാർക്ക് കുറയ്ക്കില്ല എന്നാണ് പറയുന്നത്. ബിറ്റ്വീൻ പോസിറ്റീവ് ഫാക്ടേഴ്സിൻ്റെ ഇടയിലായിരിക്കും അല്ലെങ്കിൽ നെഗറ്റീവ് ഫാക്ടേഴ്സിൻ്റെ ആ ഒരു ഇതായിരിക്കും കൊടുക്കുക. അപ്പോൾ ഒരു ഹൈ LPC ലീഡർ എന്ന് പറയുന്നത് കൂടുതലായിട്ട് സ്കോർ ചെയ്യും പോസിറ്റീവായിട്ടായിരിക്കും. ഒരു ലോ LPC ലീഡർ സ്കോർ ചെയ്യുന്നത് നെഗറ്റീവായിട്ടായിരിക്കും ഉണ്ടായിരിക്കാം. അപ്പോൾ ഹൈ LPC ലീഡർ എന്ന് പറയുമ്പം കൂടുതൽ ആ വ്യക്തിയായിട്ട് ഒരു പോസിറ്റീവ് റിലേഷൻഷിപ്പിലുള്ള ആളായിരിക്കും, സപ്പോർട്ടീവായിരിക്കും, ഈവൻ പ്രയോറിറ്റൈസ് ചെയ്യും ആ റിലേഷൻഷിപ്പിന് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ LPC ലീഡേഴ്സ് ഇപ്പോൾ ടാസ്ക് ഫസ്റ്റ് അവരാദ്യം ഒരു ടാസ്ക് കൊടുക്കുന്നു, വിൽ ടേൺ ടു, പിന്നീട് അത് റിലേഷൻഷിപ്പിലേക്ക് വരുന്നു എന്നുള്ളതാണ് പറയുന്നത്. ഓൺലി വെൻ ദേ ആർ സാറ്റിസ്ഫൈഡ് ഹൗ ദ വർക്ക് ഈസ് ഗോയിങ്. എപ്പോഴാണ് അവർ ആദ്യം ഫസ്റ്റ് ലീഡേഴ്സ് ടാസ്ക് ഓറിയൻറ്റഡായി ചിന്തിക്കുന്നു, പിന്നീട് അവർ നന്നായിട്ട് പെർഫോം ചെയ്യുമ്പോഴാണ് അത് റിലേഷൻഷിപ്പ് ഓറിയൻറ്റഡായിട്ട് മാറുന്നത്. 3 ഫാക്ടേഴ്സാണ് ഐഡൻറ്റിഫൈ ചെയ്യുന്ന ലീഡർ മെമ്പർ ടാസ്ക് എന്നുള്ള ഒരു കാര്യത്തെക്കുറിച്ച്. ഒന്ന് ലീഡർ മെമ്പർ റിലേഷനാണ്, അതായത് എത്രത്തോളമാണ് ഒരു ലീഡർ അവരുടെ മെമ്പേഴ്സിനെ സപ്പോർട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ലോയൽറ്റി ഉണ്ടാവുന്നത്, അതിനനുസരിച്ചായിരിക്കും കൂടുതൽ ഫ്രണ്ട്ലി ആൻഡ് കോപ്പറേറ്റീവ് ആയിരിക്കാം. ടാസ്ക് സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രത്തോളം അവർ ടാസ്കിനെ സ്റ്റാൻഡർഡൈസ് ചെയ്യുന്നു, ഡോക്യുമെൻ്റ് ചെയ്യുന്നു, കൺട്രോൾ ചെയ്യുന്നു എന്നുള്ളതാണ്. പിന്നെ ലീഡേഴ്സിൻ്റെ പൊസിഷൻ, അതിൻ്റെ പവർ, അതായത് ഓരോ ലീഡർക്കും എത്രത്തോളം അതോറിറ്റി ഉണ്ട് ഒരു ഫോളോവറുടെ പെർഫോമൻസ് അസസ് ചെയ്യാനും അവർക്ക് അതിനനുസരിച്ചിട്ടും റിവാർഡോ പനിഷ്മെൻറ്റോ കൊടുക്കാനുള്ള ഒരു ലീഡറുടെ അധികാരം എത്രത്തോളം ഉണ്ട്. അങ്ങനെ 3 ഫാക്ടറിനെ ബേസ് ചെയ്തിട്ടാണ് പറയുന്നത്. അതിലെ ബെസ്റ്റ് LPC അപ്രോച്ച് എന്ന് പറയുന്നത് ആ 3ൻ്റെ ഒരു കോമ്പിനേഷൻ ആയിരിക്കും. കാരണം ഹൈ LPC അപ്രോച്ച് എന്ന് പറയുന്ന ലീഡർ മെമ്പർ റിലേഷൻ പുവറും, എക്സെപ്റ്റ് വെൻ ദ ടാസ്ക് അൺസ്ട്രക്ചേർഡും ആയിരിക്കുക, ലീഡർ വീക്കും ആയിരിക്കാം. ഇൻ വിച്ച് എ ലോ LPC സ്റ്റൈൽ ഈസ് ബെറ്റർ. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് അവിടെ ലോ LPC സ്റ്റൈലായിരിക്കും കുറച്ചും കൂടി നന്നായിട്ട് വർക്കൗട്ട് ആവുക. നെക്സ്റ്റ് പോയിന്റിൽ പറഞ്ഞിരിക്കുന്നത് സിറ്റുവേഷണൽ ഫേവറബിൾനെസ് ആണ്. ഇവിടെ നമുക്ക് അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവുമ്പോൾ എങ്ങനെയാണ് ലീഡർ മെമ്പർ റിലേഷൻ എന്ന് പറയുന്നത് ഡിഗ്രി ഓഫ് മ്യൂച്വൽ ട്രസ്റ്റ്, പരസ്പരമുള്ള ഒരു വിശ്വാസവും ബഹുമാനവും ഒരു കോൺഫിഡൻസും ആത്മവിശ്വാസവും ഒക്കെയാണ് അവർ തമ്മിലുണ്ടാവേണ്ടത്. ടാസ്ക് സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ റെഫറിങ് ടു ദ ഡിഗ്രി ടു വിച്ച് ദ ടാസ്ക് അറ്റ് ഹാൻഡ് ഇൻ ലോ മൾട്ടിപ്ലിസിറ്റി ആൻഡ് ഹൈ ഇൻ വെരിഫയബിലിറ്റി, സ്പെസിഫിസിറ്റി ആൻഡ് ക്ലാരിറ്റി. നമ്മൾ കൊടുക്കുന്ന ജോലി വളരെ ക്ലിയർ ആയിട്ടും സ്പെസിഫൈ ചെയ്തും വെരിഫയബിൾ ആയിട്ടും മൾട്ടിപ്പിൾ ലെവലിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതും ആ ഒരു ടാസ്ക് എങ്ങനെയൊക്കെയാണ് ആ ഒരു സ്ട്രക്ചർ നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. പിന്നെ ലീഡറുടെ പൊസിഷൻ എന്ന് പറയുന്നത് അവർക്ക് എത്രത്തോളം റെഫറിങ് ടു ദ പവർ ഇൻഹറൻറ്റ് ഇൻ ദ ലീഡേഴ്സ് പൊസിഷൻ ഇറ്റ്സെൽഫ്, ആ ലീഡർക്ക് ആ ഒരു പൊസിഷനിൽ നിന്നുകൊണ്ട് എത്രത്തോളം അവരുടെ അധികാരം യൂസ് ചെയ്യാൻ പറ്റും, അതൊക്കെ സിറ്റുവേഷനെ ബേസ് ചെയ്തുകൊണ്ടാണ് പറയുന്നത്. ഈ ഒരു കണ്ടിജൻസി മോഡലിലൊക്കെ ഈ ഒരു 3 പോയിന്റുകൾ എന്ന് പറയുന്ന ലീഡേഴ്സിൻ്റെ സിറ്റുവേഷണൽ കൺട്രോളിനെ ബേസ് ചെയ്തിട്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഫീഡ്ലേഴ്സിൻ്റെ കണ്ടിജൻസി മോഡൽ LPC ഉണ്ട്, സിറ്റുവേഷണൽ മോഡലും ഉണ്ട്. പിന്നെ നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത് ഒരു ഫേവറബിൾ ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആകുമ്പോൾ മാനേജർ എപ്പോഴും ഹൈ ടാസ്ക് സ്ട്രക്ചറും അതേപോലെ തന്നെ അവർക്ക് റിവാർഡ് കൊടുക്കുക അല്ലെങ്കിൽ തെറ്റാണെങ്കിൽ പണിഷ് ചെയ്യുന്നൊരു സിസ്റ്റം ആയിരിക്കും. വിതൗട്ട് എനി പ്രോബ്ലംസ് ഇല്ലെങ്കിൽ തന്നെ അവരെ പണിഷ് ചെയ്യുന്നൊരവസ്ഥ. അൺഫേവറബിൾ റിലേഷൻഷിപ്പ് ആണെങ്കിൽ ടാസ്ക് യൂഷ്വലി അൺസ്ട്രക്ചേർഡ് ആയിരിക്കും, ലീഡർക്ക് അതോറിറ്റി ലിമിറ്റഡ് ആയിരിക്കും എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് പൊസിഷനിങ് പവർ മെഷർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ എത്രത്തോളം ഒരു ലീഡർക്ക് ആ ഒരു പവർ ഉണ്ട്, ഫോളോവേഴ്സിനെ പെർസീവ് ചെയ്യാനുള്ളൊരു പവർ ഉണ്ട്, അവരെ ഡയറക്റ്റ് ചെയ്യാനും റിവാർഡ് ചെയ്യാനും പണിഷ് ചെയ്യാനൊക്കെ ഉള്ളൊരു പവർ ഉണ്ടെന്നുള്ളതാണ് ചോദിക്കുന്നത്. ആ ഒരു പവർ ഡിപ്പെൻഡ് ചെയ്യുന്നത് എങ്ങനെയാണ് അവർ ആ ഒരു ഫേവറബിളും അൺഫേവറബിളും ആയിട്ട് ഡിസിഷൻ മേക്കിംഗ് എംപ്ലോയീസിനടുത്ത് ചെയ്യുന്നത് എന്നതിനെ ബേസ് ചെയ്തിട്ടാണ് പറയുന്നത്. ടാസ്ക് മോട്ടിവേറ്റഡ് സ്റ്റൈൽ ലീഡറൊക്കെയാണെന്ന് വെച്ചാൽ കൂടുതലായിട്ടും അവർ എക്സ്പീരിയൻസ് പ്രൈഡ് ആൻഡ് സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കും ആ ഒരു ടാസ്ക് അക്കംപ്ലിഷ് ചെയ്ത് കഴിയുമ്പോൾ കൊടുക്കുന്നത്.
എന്നാൽ റിലേഷൻഷിപ്പ് മോട്ടിവേറ്റഡ് സ്റ്റൈൽസ് ഒക്കെയാണ് വെച്ചാൽ അവർ കൂടുതൽ ഇൻ്റർപേഴ്സണൽ റിലേഷൻസും എക്സ്ട്രാ ഹെൽപ്പൊക്കെയാണ് അവരിവിടെ പ്രൊവൈഡ് ചെയ്യുക. ടാസ്ക് മോട്ടിവേറ്റഡ് ലീഡേഴ്സ് ആണെന്ന് വെച്ചാൽ അവരുടെ ഏറ്റവും മാക്സിമം ബെസ്റ്റ് ലെവലിൽ പെർഫോം ചെയ്ത് സക്സസ്ഫുൾ ആവുന്നു എന്നുള്ളതാണ് വേറൊരു ഫാക്ടർ. റിലേഷൻഷിപ്പിലാണെങ്കിൽ അവിടെ ഏറ്റവും കൂടുതലായിട്ട് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ആണ് അവർ ഗെയിൻ ചെയ്യുന്നത്. ഒരു പോസിറ്റീവ് കമ്പനി ഇമേജ് അവർ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു എന്നുള്ളതാണ് പറയുന്നത്. ഈ ഒരു മെമ്പർ ലീഡർ റിലേഷൻ ഹൈലി സ്ട്രക്ചേർഡ് ടാസ്കും ഹൈ ഓർഡർ പൊസിഷനും സിറ്റുവേഷനാണ് ഫേവറബിൾ ആയി പറയുന്നത്. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന സന്ദർഭത്തിൽ നമ്മൾ ഫേവറബിൾ സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഇവിടെ നല്ലൊരു റിലേഷൻ ലീഡറും മെമ്പറും തമ്മിൽ ഉണ്ടാവുക, അവരുടെ ടാസ്ക് എന്ന് പറഞ്ഞാൽ ഹൈലി സ്ട്രക്ചേർഡ് ആയിരിക്കാം, അവരുടെ ലീഡറുടെ പൊസിഷൻ പവർ സിറ്റുവേഷൻ അനുസരിച്ച് ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് പറയുന്നത്. മൂന്നാമത്തെ കണ്ടിജൻസി മോഡലാണ് ലീഡർ സിറ്റുവേഷൻ മാച്ച് ആൻഡ് മിസ് മാച്ച് എന്ന് പറയുന്നത്. അതായത് ലീഡറും കിട്ടുന്ന സിറ്റുവേഷനും എത്രത്തോളം മാച്ചും മിസ് മാച്ചുകളും ഉണ്ട്. മാച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാസ്ക് മോട്ടിവേറ്റഡ് ലീഡറും അതേപോലെ തന്നെ വെരി ഫേവറബിൾ ഓർ വെരി അൺഫേവറബിൾ സിറ്റുവേഷനും തമ്മിലുള്ള ഒരു മാച്ചിങ് ആണ്. റിലേഷൻഷിപ്പ് മോട്ടിവേറ്റഡ് ലീഡർ പറയുമ്പം മാച്ചസ് ആൻഡ് ഇൻ്റർമീഡിയറ്റ് ഫേവറബിൾ സിറ്റുവേഷൻ കൂടി വരിക. അപ്പോൾ ലീഡേഴ്സ് എപ്പോഴും ലീഡ് ചെയ്യുന്നത് വളരെ ഇഫക്റ്റീവ് ആയിട്ടായിരിക്കും. ആൻഡ് ദർ ഈസ് എ മാച്ച് ബിറ്റ്വീൻ ഹിസ് ഓർ ഹെർ മോട്ടിവേഷൻ ടൈപ്പ് ആൻഡ് സിറ്റുവേഷൻ. നമുക്ക് കിട്ടിയിരിക്കുന്ന സിറ്റുവേഷനോ ആ ഒരു മോട്ടിവേഷൻ ടൈപ്പോ നമുക്ക് അനുസൃതമായതാണെങ്കിൽ അവിടെ നല്ല രീതിയിൽ അവിടെ എഫക്റ്റീവായിട്ട് റൺ ചെയ്യാൻ പറ്റുന്നു. വെൻ ദ ലീഡർ ആൻഡ് ദ സിറ്റുവേഷൻ ഡു നോട്ട് മാച്ച്, നമ്മുടെ ലീഡറും നമ്മുടെ സിറ്റുവേഷനും മാച്ച് അല്ലെങ്കിൽ അവിടെ തീർച്ചയായിട്ടും ചിലത് മാറ്റങ്ങൾ കൊണ്ടുവരേണ്ടത് അനിവാര്യമാണ്. അങ്ങനെ വരുമ്പോൾ പേഴ്സണാലിറ്റി ട്രെയ്റ്റ്സ് ഒക്കെ എന്ന് പറയുമ്പോൾ ഒരാളെ സംബന്ധിച്ചോളം അതെല്ലാം പെർമനൻ്റ് ആണ്. അപ്പോൾ ബെറ്റർ സൊല്യൂഷൻ എന്ന് പറയുന്നത് ലീഡർ ടു മൂവ് ടു ബി എ ബെറ്റർ മാച്ച്ഡ് സിറ്റുവേഷൻ. അപ്പോൾ ഇതിനേക്കാൾ നല്ല അനുയോജ്യമായ ഒരു സാഹചര്യത്തിലേക്ക് ആ ലീഡർ മാറുക എന്നുള്ളതാണ്. ലീഡറെ മാറ്റുക എന്നുള്ളത് നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടൊരു കാര്യമാണ്. കാരണം അതെല്ലാം ഇൻഹറൻ്റ് ആയിട്ടുള്ള കുറേ നേച്ചേഴ്സ് ആയിരിക്കും എന്നുള്ളതാണ് പറയുന്നത്. പിന്നെ അതിനെയാണ് ജോബ് എൻജിനീയറിംഗ് എന്ന് പറയുന്നത്. ആ ഒരു ജോബിൽ നിന്ന് വേറൊരു മാച്ചിങ് സിറ്റുവേഷനിലേക്ക് നമ്മൾ മാറ്റുന്നത്. പിന്നെ മാനേജേഴ്സ് എപ്പോഴും റേറ്റ് ചെയ്യപ്പെടുന്നത് അവർ റിലേഷൻഷിപ്പ് ഓറിയൻറ്റഡ് ആണോ ടാസ്ക് ഓറിയൻറ്റഡ് ആണോ എന്നാണ്. ടാസ്ക് ഓറിയൻറ്റഡ് മാനേജേഴ്സ് എപ്പോഴും ബെറ്റർ സിറ്റുവേഷൻസും നല്ലൊരു ലീഡർ മെമ്പർ റിലേഷൻഷിപ്പും സ്ട്രക്ചേർഡ് ടാസ്കും അല്ലെങ്കിൽ ഇത് വീക്ക് ഓർ സ്ട്രോങ് പൊസിഷൻ പവറൊക്കെ ഉള്ളവരായിരിക്കും. അവർ നല്ല രീതിയിൽ തന്നെ ആ ഒരു കാര്യങ്ങൾ അവിടെ കംപ്ലീറ്റ് ആയിട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. റിലേഷൻഷിപ്പ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള മാനേജേഴ്സ് എപ്പോഴും എല്ലാ സിറ്റുവേഷനിലും ഏറ്റവും ബെറ്റർ ആയിട്ട് അവർ പെർഫോം ചെയ്യാൻ നോക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഗിവൻ സിറ്റുവേഷൻ മൈറ്റ് കോൾ ഫോർ എ മാനേജർ വിത്ത് എ ഡിഫറെൻറ്റ് സ്റ്റൈൽ ഓർ മാനേജർ ഹു കുഡ് ടേക്ക് ഓൺ ദ ഡിഫറെൻറ്റ് സ്റ്റൈൽ ഫോർ എ ഡിഫറെൻറ്റ് സിറ്റുവേഷൻ. അതുകൊണ്ട് തന്നെ ഒരു മാനേജറെ സംബന്ധിച്ചോളം ഡിഫറെൻറ്റ് സ്റ്റൈൽ അത് ഹാൻഡിൽ ചെയ്യുന്നു, അല്ലെങ്കിൽ ആ ഡിഫറെൻറ്റ് സിറ്റുവേഷനെ വേറൊരു രീതി കൊണ്ട് അവരതിനെ ഓവർകം ചെയ്യുന്നു എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും അവിടെ എൻവയോൺമെൻറ്റൽ വേരിയബിൾസ് കമ്പൈൻ ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ് പറയുന്നത്. ഫേവറബിൾ അറ്റ് വൺ എൻഡും അൺഫേവറബിൾ അറ്റ് ദ അതർ എൻഡിലുമാണ് അവിടെ വരുന്നത്. ടാസ്ക് ഓറിയൻറ്റഡ് സ്റ്റൈൽ ആകുമ്പോൾ അവർ ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് അവർക്ക് കൊടുത്ത വർക്ക് ക്ലിയർ ആയിട്ട് ഡിഫൈൻ ചെയ്യുക, അതിൻ്റെ മുകളിലാണ് ഫേവറബിളും അൺഫേവറബിളും ആക്കുന്നത്. റിലേഷൻഷിപ്പ് ഓറിയൻറ്റഡ് ആണെങ്കിൽ അവർ മിഡിൽ ഗ്രൗണ്ട് മാനേജേഴ്സ് അവർ റീഷേപ്പ് ചെയ്യാനാണ് നോക്കുന്നത്. ആ ഒരു മാച്ച് അവരുടെ സ്റ്റൈലിന് അനുയോജ്യമായ രീതിയിൽ അതിനെ മാറ്റി കൊണ്ടുവരിക എന്നുള്ളതാണ് അവിടെ നോക്കുന്നത്. നെക്സ്റ്റ് പറയുന്നത് ട്രൈ ഡയമെൻഷണൽ ലീഡർ ഇഫക്റ്റീവ്നെസ് മോഡലാണ്. ഇതൊരു സിറ്റുവേഷൻ ലീഡർഷിപ്പ് ഡെവലപ്പ് ചെയ്തത് പോൾ ഹേഴ്സി ആൻഡ് കെന്നത്ത് ബ്ലാങ്കാർഡ് ആണ്. ഈ തിയറി ഹോൾഡ് ചെയ്തിരിക്കുന്ന മാനേജേഴ്സ് എപ്പോഴും ഡിഫറെൻ്റ് ആയിട്ടുള്ള ലീഡർഷിപ്പ് സ്റ്റൈല് യൂസ് ചെയ്യണം സിറ്റുവേഷൻ അനുസരിച്ച് എന്നുള്ളതാണ് പറയുന്നത്. മോഡൽ അലൗസ് അനലൈസിങ് ദ നീഡ് ഓഫ് ദ സിറ്റുവേഷൻ. ആ ഒരു സിറ്റുവേഷനിൽ ആവശ്യമായത് എന്തോ അത് കൊടുക്കാൻ കഴിയുക, അല്ലെങ്കിൽ അവിടെ യൂസ് ചെയ്യാൻ പറ്റുക, ഏറ്റവും അനുയോജ്യമായ ലീഡർഷിപ്പിൽ ഇത് ചെയ്യുക എന്നുള്ളതാണ് പറയുന്നത്. എംപ്ലോയീസിൻ്റെ കോമ്പിറ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് ഇൻ ദെയർ ടാസ്ക് ഏരിയാസിലും കമ്മിറ്റ്മെൻറ്റും അവരുടെ വർക്കിലും ലീഡർഷിപ്പ് സ്റ്റൈൽ ഷുഡ് വാരി ഫ്രം വൺ പേഴ്സൺ ടു അനദർ. അതുകൊണ്ട് തന്നെ ആ ഒരു വ്യക്തിയുടെ കഴിവ് ഡിഫറെൻ്റ് ആയിരിക്കും. അവരെ ഏറ്റവും കൂടുതലായിട്ട് ക്ലാസിഫൈ ചെയ്തത് ആക്ടിവിറ്റീസ് ഓഫ് ലീഡർ ഇൻ ടു ഫോളോയിങ് ടു ഡിസ്റ്റിങ്ക്റ്റ് ബിഹേവിയറൽ ഡയമെൻഷൻ. രണ്ട് ഡയമെൻഷനിലാണ് ഇവിടെയും പറയുന്നത്. ടാസ്ക് ബിഹേവിയറും റിലേഷൻഷിപ്പ് ബിഹേവിയറും ആണ്. അതിൽ ടാസ്ക് ബിഹേവിയർ എന്ന് പറയുന്നത് ഒരു ലീഡർ എത്രത്തോളം ലെവലിൽ ആ തന്ന വർക്കിനെ ഓർഗനൈസ് ചെയ്യുന്നു, ആ റോളുകൾ ഓരോ മെമ്പേഴ്സിൻ്റെയും ഡിഫൈൻ ചെയ്യുന്നു അവരുടെ ഗ്രൂപ്പിൽ, ആൻഡ് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക എന്തൊക്കെ ആക്ടിവിറ്റീസ് ആണ്, എപ്പോഴൊക്കെ ചെയ്യണം, ആര് ചെയ്യണം, എങ്ങനെ അക്കംപ്ലിഷ് ചെയ്യണം, എങ്ങനെയാണ് ആ ഒരു പ്രയത്നം കംപ്ലീറ്റ് ചെയ്യേണ്ടത്, ഡിഫൈൻഡ് ആയിട്ടുള്ള പാറ്റേൺസ് ഓർഗനൈസേഷൻ്റെയും, എങ്ങനെയാണ് ചാനൽസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ യൂസ് ചെയ്യേണ്ടത്, ഏത് വേയിലൂടെയാണ് ഗെറ്റ് അക്കംപ്ലിഷ് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളാണ് ടാസ്ക് ബിഹേവിയറിൽ പറയുന്നത്. ഇവിടെ ലീഡർ എൻഗേജ് ചെയ്യുന്നത്
വൺ വേ കമ്മ്യൂണിക്കേഷൻ ആയിരിക്കും വർക്കേഴ്സുമായിട്ട്. കാരണം എല്ലാം അങ്ങോട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം. വാട്ട് ഈച്ച് വർക്കർ ഈസ് ടു ഡു, ഓരോ വർക്കറും എന്ത് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ ക്യാരക്ടറൈസ് ചെയ്യുന്ന വൺ വേ ആണ്. കാരണം അവിടെ ഒരു ചാൻസും ഇല്ല വർക്കേഴ്സിന് ഒരു ഫീഡ്ബാക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. ലീഡർ നോട്ട് ഓൺലി എക്സ്പ്ലെയിൻ വാട്ട് ടു ഡു, ലീഡർ എന്ത് ചെയ്യണം എന്ന് മാത്രമല്ല പറയുന്നത്, ആൻഡ് അതിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന കാര്യം എപ്പോൾ ചെയ്യണം, എവിടെ ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നുള്ള കാര്യങ്ങളും കൂടി ഇവിടെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. ഇനി രണ്ടാമത്തെ ഡയമെൻഷൻ എന്ന് പറയുന്ന റിലേഷൻഷിപ്പ് ബിഹേവിയർ ആണ്. ഇതിൽ പ്രത്യേകിച്ച് പറയുന്ന കാര്യം എത്രത്തോളം ലീഡേഴ്സ് അവരുടെ എംപ്ലോയീസുമായിട്ട് ഒരു ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അവരുടെ ഗ്രൂപ്പും അവരുടെ ആ ഒരു ഓപ്പണിംഗ് അപ്പും ചാനൽസ് ഓഫ് കമ്മ്യൂണിക്കേഷനും പിന്നെ അതേപോലെ തന്നെ സോഷ്യോ ഇമോഷണൽ സപ്പോർട്ടും ആക്റ്റീവായിട്ട് ലിസൺ ചെയ്ത് അവരുടെ സൈക്കോളജിക്കൽ സ്ട്രോക്കുകൾ ഫെസിലിറ്റേറ്റിംഗ് ബിഹേവിയേഴ്സ്, ഇതാണ് അവിടെ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. ഇൻ ദിസ് കേസ് ദ ലീഡർ ആൻഡ് ദ വർക്കേഴ്സ് എൻഗേജ് ഇൻ ടു വേ കമ്മ്യൂണിക്കേഷൻ. ഈ ഒരു മെത്തേഡ് ആണെങ്കിൽ ഇവിടെ ലീഡറും ഫോളോവേഴ്സും അല്ലെങ്കിൽ സബോർഡിനേറ്റ്സും ടു വേ കമ്മ്യൂണിക്കേഷൻ ആണ്. വർക്കേഴ്സിന് സഫീഷ്യൻ്റ് ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റി കിട്ടുന്നുണ്ട് ഫീഡ്ബാക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. ആൻഡ് ലീഡർ ഈസ് ഏബിൾ ടു ഓഫർ സപ്പോർട്ട് ആൻഡ് ഗൈഡൻസ് ടു വർക്കേഴ്സ്. ഏറ്റവും നല്ല രീതിയിൽ ഒരു ഗുഡ് ഫെസിലിറ്റേറ്റർ ആയിട്ട് അവിടെ ലീഡർ വർക്ക് ചെയ്യുന്നു. ഇൻ ഓർഡർ ടു അണ്ടർസ്റ്റാൻഡ് എ പേഴ്സൺസ് ലീഡർഷിപ്പ് സ്റ്റൈൽ മസ്റ്റ് കമ്പിനേഷൻ ഓഫ് ടാസ്ക് ആൻഡ് റിലേഷൻഷിപ്പ് ബിഹേവിയർ. നല്ലൊരു ഇഫക്റ്റീവ് ലീഡർഷിപ്പിൽ തീർച്ചയായിട്ടും ഈ രണ്ട് ഫാക്ടേഴ്സും അനിവാര്യമാണ്. ടാസ്ക് ഓറിയൻറ്റഡും റിലേഷൻഷിപ്പ് ബിഹേവിയറും എന്നുള്ളതാണ് പറയുന്നത്. ഇതിലൊരു 4 ക്വാഡ്രൻറ്റ് മോഡലാണ് ഇത് രണ്ടും കൂടി ഉപയോഗിക്കുന്നത്. അതിൽ ലോ ടു ഹൈയും റേഞ്ചിങ് ഫ്രം ലോ മുതൽ ഹൈ വരെയാണ്. ഓരോന്നിലും 2 ആക്സസ് ഉണ്ട്. അങ്ങനെ 4 ക്വാഡ്രൻസ് ആണ് ലേബിൾ ചെയ്യുന്നത്. ഡയറക്റ്റിംഗ്, കോച്ചിങ്, സപ്പോർട്ടിങ് ആൻഡ് ഡെലിഗേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ എന്തൊക്കെയാണ് ആ ഒരു പോയിന്റുകൾ നോക്കാം. ഡയറക്റ്റ് ചെയ്യുക പറഞ്ഞാൽ ടെല് ചെയ്യുക, അവരോട് പറഞ്ഞു കൊടുക്കുക. ഹൈ ടാസ്ക്, ലോ റിലേഷൻഷിപ്പ് ലീഡർഷിപ്പാണ് ഇവിടെ വരുന്നത്. അപ്പോൾ ഫോളോവേഴ്സിന് ഒരിക്കലും ആ ഒരു ജോബ് ചെയ്യാൻ പറ്റില്ല അവർ മോട്ടിവേറ്റഡ് അല്ലെങ്കിൽ. അപ്പോൾ ലീഡർ ഇവിടെ ചെയ്യുന്നത് ഹൈലി ഡയറക്റ്റ് ചെയ്യുന്നു അവരുടെ റോൾ എന്താണെന്ന്. ടെല്ലിങ് ദം വാട്ട് ടു ഡു, എങ്ങനെ ചെയ്യണം, വിതൗട്ട് എ ഗ്രേറ്റ് ഡീൽ ഓഫ് കൺസേൺ ഫോർ ദ റിലേഷൻഷിപ്പ്. ഇവിടെ റിലേഷൻഷിപ്പിന് ഇമ്പോർട്ടൻസ് ഇല്ലാതെ അങ്ങോട്ട് വർക്കേഴ്സിനുള്ള വർക്ക് പറഞ്ഞു കൊടുത്തുകൊണ്ടേയിരിക്കുക. ലീഡർ ഡിഫൈൻ ചെയ്യുക അവരുടെ റോളും ടാസ്കും ഒക്കെ എന്താണ്, ആ ഫോളോവറുടെ സൂപ്പർവൈസ് ചെയ്യുക, വളരെ ക്ലോസ് ആയിട്ട് ഡിസിഷൻസ് ഒക്കെ എടുക്കുന്നത് അനൗൺസ് ചെയ്യുക. കമ്മ്യൂണിക്കേഷൻ വൺ വേ ആയിരിക്കും. ആൻഡ് ഫോർ പീപ്പിൾ ഹു ലാക്ക് കോമ്പിറ്റൻസ് ബട്ട് ആർ എൻതൂസിയാസ്റ്റിക് ടു കമ്മിറ്റഡ് നീഡ് ഡയറക്ഷൻസ്. കൃത്യമായ ഡയറക്ഷനോ സൂപ്പർവിഷനോ കിട്ടുമ്പോൾ അവിടെ വർക്ക് ചെയ്യുന്ന ആളുകൾ അത്ര കോമ്പിറ്റൻ്റ് അല്ലെങ്കിൽ പോലും അവരെ വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങുന്നു എന്നുള്ളതാണ്. രണ്ടാമത്തെ മെത്തേഡിൽ കോച്ചിങ് ആണ് പറയുന്നത്, അല്ലെങ്കിൽ സെല്ലിംഗ് എന്നാണ്. അവിടെ ടാസ്ക് ഹൈ ആണ്, റിലേഷൻഷിപ്പ് ഹൈ ആണ്. അപ്പോൾ ഇത് രണ്ടും ഉണ്ടെങ്കിൽ മാത്രമാണ് അതിനെ കോച്ചിങ് എന്ന് പറയുന്നത്. ലീഡേഴ്സ് എപ്പോഴും അവരുടെ റോളും ടാസ്കും ഒക്കെ ഡിഫൈൻ ചെയ്യണം. പുതിയ ഐഡിയാസ്, സജഷൻസ് എല്ലാം ഫോളോവറിൽ നിന്ന് കളക്ട് ചെയ്യാം. ഡിസിഷൻസ് ലീഡറുടെ ചോയ്സ് തന്നെയായിരിക്കും. ബട്ട് കമ്മ്യൂണിക്കേഷൻ എന്തായിരിക്കും കുറച്ചും കൂടി 2 വേ ആയിരിക്കും. പീപ്പിൾ ഹു ഹാവ് സം കോമ്പിറ്റൻസ് ബട്ട് ലാക്ക് കമ്മിറ്റ്മെൻറ്റ് നീഡ് ഡയറക്ഷൻ ആൻഡ് സൂപ്പർവിഷൻ. ചില ആളുകൾക്ക് കമ്മിറ്റ്മെൻറ്റ് അത്രത്തോളം ഉണ്ടാവില്ല. അപ്പോൾ അവർക്ക് സൂപ്പർവിഷൻ കുറച്ചുകൂടി ആവശ്യമായിരിക്കും. കാരണം അവർ റിലേറ്റീവ്ലി ഇൻഎക്സ്പീരിയൻസ്ഡാണ്. ഇപ്പോഴും അവർ എന്താണ് ഇൻഎക്സ്പീരിയൻസ്ഡ് ആയിട്ട് കണ്ടിന്യൂ ചെയ്യുന്നതുകൊണ്ട്. ദേ ഓൾസോ നീഡ് സപ്പോർട്ട് ആൻഡ് പ്രൈസ്. അവരെ മുന്നോട്ട് കൊണ്ടുവരണമെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു സപ്പോർട്ടും അവരെ അഭിനന്ദിക്കുകയും പ്രശംസിക്കുകയും ഒക്കെ ചെയ്യുക, പുകഴ്ത്തി പറയുന്ന ഒരു രീതിയൊക്കെയാണ് ടു ബിൽഡ് ദെയർ സെൽഫ് എസ്റ്റീം ഉണ്ടാവാൻ വേണ്ടിയിട്ട്. ആൻഡ് ഇൻവോൾവ്മെൻറ്റും ഡിസിഷൻ മേക്കിങ്ങും ടു റീസ്റ്റോർ ദെയർ കമ്മിറ്റ്മെൻറ്റ് എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് ഈ നാലാമത്തെ മെത്തേഡിൽ പറഞ്ഞ ഡെലിഗേറ്റിംഗ് ആണ്. അപ്പോൾ ഫസ്റ്റ് പറഞ്ഞിരിക്കുന്നത് ഇതിൽ തന്നെയുള്ള 4 ടെല് ചെയ്യുക, അത് ഡയറക്ഷൻ കൊടുക്കുക, ടെല് ചെയ്യുക. ഈ നെക്സ്റ്റ് പോയിന്റിൽ പറഞ്ഞിരിക്കുന്നത് അതിന് ശേഷം ലീഡേഴ്സ് കോച്ചിങ് കൊടുക്കുക, എങ്ങനെയാണെന്നുള്ളത് കാര്യങ്ങൾ കൃത്യമായിട്ട് അവിടെ അവരെ റോളും ടാസ്കും കൊടുക്കുക. പിന്നെ സപ്പോർട്ട് ചെയ്യുക, അവരെ പാർട്ടിസിപ്പേറ്റ് ചെയ്യിപ്പിക്കുക, എല്ലാ കാര്യത്തിലും വേണ്ട മോട്ടിവേഷൻ പ്രൊവൈഡ് ചെയ്യുക. അതിനുശേഷം ഡെലിഗേറ്റ് ചെയ്യുക. ഫൈനലി ഇവിടെ എന്താ വെച്ചാൽ ടാസ്കും അതേപോലെ റിലേഷൻഷിപ്പ് എല്ലാം വളരെ ലോ ആയിരിക്കും. റെഫർ ടു ആസ് ഡെലിഗേറ്റിംഗ്. ഇതിനെയാണ് ഡെലിഗേറ്റ് ചെയ്യുക എന്ന് പറയുന്നത്. വെൻ ദ ഫോളോവർ ക്യാൻ ഡു ദ ജോബ് ആൻഡ് ഈസ് മോട്ടിവേറ്റഡ് ടു ഡു ഇറ്റ്. ഫോളോവർക്ക് ആ ജോബ് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അവരെ മോട്ടിവേറ്റ് ചെയ്യുക അത് ചെയ്യാൻ വേണ്ടിയിട്ട്. ദെൻ ദ ലീഡർ ക്യാൻ ബേസിക്കലി ലീവ് ദം ടു ഇറ്റ്. പിന്നെ അതെല്ലാം പറഞ്ഞ് അവർ ഓക്കെ ആണെങ്കിൽ പിന്നെ ലീഡർക്ക് അവരെ ലീവ് ചെയ്യാം. ട്രസ്റ്റിംഗ് ദം ടു ഗെറ്റ് ഓൺ വിത്ത് ദ ജോബ്. കാരണം ഇനി അവർ ശരിയായിക്കോളും, ആ ജോബുമായിട്ട് റെഡിയായി മുന്നോട്ട് പോകുന്നുള്ള വിശ്വാസത്തോടു കൂടി പിന്നെ അവരവിടെ നിന്ന് വിടുകയാണ്. ലീഡർ അലൗ ഗ്രൂപ്പ് മെമ്പേഴ്സ് കൺസിഡറബിൾ ഓട്ടോണമി ഇൻ കംപ്ലീറ്റിംഗ് ദ ടാസ്ക്. ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുന്നതിൽ ഫുൾ സ്വാതന്ത്ര്യം
അവരുടെ സബോർഡിനേറ്റ്സിനോട് കൊടുക്കുന്നുണ്ട്. ടാസ്ക് ആൻഡ് റിലേഷൻഷിപ്പ് ബിഹേവിയേഴ്സ് യൂസ് ചെയ്തുകൊണ്ട് തന്നെ അവർ 4 ബേസിക് ലീഡർ ബിഹേവിയർ ക്വാഡ്രൻസ് ആണ്. ഹൈ ടാസ്ക്, ലോ റിലേഷൻഷിപ്പ്, ഹൈ ടാസ്കും ഹൈ റിലേഷൻഷിപ്പും, ലോ ടാസ്കും ഹൈ റിലേഷൻഷിപ്പും ആൻഡ് ലോ ടാസ്ക് ആൻഡ് ലോ റിലേഷൻഷിപ്പാണ്. അപ്പോൾ 4 ക്വാഡ്രാൻസ് ആണ് 4 തരത്തിലുള്ള ലീഡർഷിപ്പ് സ്റ്റൈലിൽ കാണിക്കുന്നത്. ഒരു പേഴ്സൺ എങ്ങനെയാണ് ആ തരത്തിലുള്ള സിറ്റുവേഷനെ ഹാൻഡിൽ ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ ഈ ഒരു ബിഹേവിയർ പാറ്റേൺസ് അതുകൊണ്ട് തന്നെ ഒരിക്കലും സെൽഫ് പെർസെപ്ഷൻ അല്ല, ബട്ട് അതർ പെർസെപ്ഷനാണ് അവിടെ കാണിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലായൊരു കാര്യം, ടാസ്കും റിലേഷൻഷിപ്പ് ബിഹേവിയറും രണ്ടും ഈ 4 ബേസിക് ലീഡർ ബിഹേവിയർ ക്വാഡ്രൻസിൻ്റെ ഒപ്പം തന്നെ ഉള്ളതാണ്. ആൻഡ് ഇഫക്റ്റീവ്നെസ് ആ ഡയമെൻഷനെ നമുക്ക് ഇതിലപ്പോൾ ആഡ് ചെയ്യാന്നുള്ളതാണ്. ഫസ്റ്റ് ടു ആഡ് ആൻഡ് ഇഫക്റ്റീവ്നെസ് ഡയമെൻഷൻ, അതും കൂടിയിട്ട് ആദ്യമായിട്ട് ആഡ് ചെയ്ത് വില്യം ജെ റെഡിനാണ്. 3D മാനേജ്മെൻറ്റ് സ്റ്റൈൽ തിയറി എന്നാണ് പറയുന്നത്. ഈ ഒരു തിയറിയിൽ പറയുന്നത് തിയറിറ്റിക്കൽ മോഡലിനെ എങ്ങനെ യൂസ്ഫുള്ളായിട്ട് ചെയ്യാൻ പറ്റും. മസ്റ്റ് അലൗ ദാറ്റ് എ വെറൈറ്റി ഓഫ് സിസ്റ്റം മേ ബി ഇഫക്റ്റീവ് ഓർ ഇൻഇഫക്റ്റീവ് ഡിപ്പെൻഡിങ് ഓൺ ദ സിറ്റുവേഷൻ. നമ്മളുടെ സിറ്റുവേഷനെ അനുസരിച്ചാണ് നമ്മൾ കൊടുക്കുന്ന ഒരു തിയറി അവിടെ ഇഫക്റ്റീവോ ഇൻഇഫക്റ്റീവോ ഒക്കെ ആയിട്ട് മാറുന്നു എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ ട്രൈ ഡയമെൻഷണൽ മോഡലിൽ പ്രത്യേകിച്ച് പറയുന്ന ഇഫക്റ്റീവ്നെസ് എന്ന് പറയുന്നത് എപ്പോഴും ഹൗ അപ്രോപ്രിയേറ്റ് ദെയർ ലീഡർഷിപ്പ് സ്റ്റൈൽ ടു ദ സിറ്റുവേഷൻ. ആ തന്നിരിക്കുന്ന സിറ്റുവേഷൻ അവരുടെ ലീഡർഷിപ്പ് സ്റ്റൈല് എത്രത്തോളം സ്യൂട്ടബിൾ ആണ് അവർക്കത് ഓപ്പറേറ്റ് ചെയ്യാൻ. അതിനോടൊപ്പം തന്നെ ഇഫക്റ്റീവ്നെസ് ഡയമെൻഷൻ കൂടി അതിനെ ആഡ് ചെയ്യുക അല്ലെങ്കിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യുക കൺസെപ്റ്റ് കൂടിയിട്ട് ആ ഒരു സ്പെസിഫിക് എൻവയോൺമെൻറ്റിൽ ആഡ് ചെയ്യുക എന്നുള്ളതാണ്. സോ ദ സ്റ്റൈൽ ഈസ് അപ്രോപ്രിയേറ്റ് ടു എ ഗിവൺ സിറ്റുവേഷൻ ഇറ്റ് വിൽ ബി ഡീംഡ് ഇഫക്റ്റീവ്. അത് അതിനോട് യോജിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു സിറ്റുവേഷന് ആ ഒരു ലീഡർഷിപ്പ് സ്റ്റൈല് സ്യൂട്ടബിൾ ആണെങ്കിൽ അത് കൂടുതൽ ഇഫക്റ്റീവ് ആയിട്ടാണ് മാറുന്നത്. വേർ ഇറ്റ് ഈസ് നോട്ട് അപ്രോപ്രിയേറ്റ്, ഇനി അത് പറ്റുന്നില്ലെങ്കിൽ ഇറ്റ് വിൽ ബി കൺക്ലൂഡഡ് ഇൻഇഫക്റ്റീവ്, അത് ഇൻഇഫക്റ്റീവായിട്ട് കൺക്ലൂഡ് ചെയ്യപ്പെടുന്നു. അപ്പോൾ ഈ ഒരു കൺസിഡറേഷനാണ് ആ സിറ്റുവേഷൻ നമ്മൾ കൊടുക്കുന്നത്. അതാണ് അവിടെ ഡിസ്പ്ലേ ചെയ്യുന്നത്. ഏത് സ്റ്റൈലും ഏതാണ് ആ ഒരു സിറ്റുവേഷന് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്നതും. ദാറ്റ് വേ ദ ഇഫക്റ്റീവ്നെസ് ഈസ് നോട്ട് നെസസറി ഡിപ്പെൻഡ് ഓൺ ദ ലീഡർ. അവിടെ ഒരിക്കലും ആ ഒരു ഇഫക്റ്റീവ്നെസ് എന്ന് പറയുന്നത് ലീഡറെ ഡിപ്പെൻഡ് ചെയ്തിട്ടില്ല. പക്ഷേ അപ്രോപ്രിയേറ്റ്നെസ് എന്ന് പറയുന്നത് ഒരു ഗിവൺ സിറ്റുവേഷന് അനുസരിച്ച് ഒരു അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള സ്റ്റൈൽ കൊടുക്കുന്നു എന്നുള്ളതാണ്. തേർഡ് എലമെൻറ്റ് ഇൻവോൾവ് ചെയ്തിരിക്കുന്ന ഈ എൻവയോൺമെൻറ്റിൽ വിച്ച് വിൽ അഫക്റ്റ് ദ ഡിഗ്രി ഓഫ് ഇഫക്റ്റീവ്നെസ്, എത്രത്തോളം ഇഫക്റ്റീവ്നെസ് കൊണ്ടുവരിക എന്നുള്ളതാണ്. അതുകൊണ്ട് ഇൻട്രാക്ഷൻ എന്ന് പറയുന്ന ബേസിക് സ്റ്റൈലാണ് എൻവയോൺമെൻറ്റ് റിസൾട്ട്സിൽ ഇഫക്റ്റീവും ഇൻഇഫക്റ്റീവും ആവുന്നത്. അതിൽ പ്രധാനമായിട്ട് മോഡൽസ് പറയുന്നത് ദർ ഈസ് നോ ബെസ്റ്റ് സ്റ്റൈൽ ഓഫ് ലീഡർഷിപ്പ് ബട്ട് ഓൺലി വാട്ട് ഇസ് ഡീംഡ് ബെസ്റ്റ് ഫോർ ദാറ്റ് സ്പെസിഫിക് ഗിവൺ സിറ്റുവേഷൻ. ഇതാണ് ഏറ്റവും ബെറ്റർ എന്ന് പറയുന്ന ലീഡർഷിപ്പ് സ്റ്റൈൽ ഇല്ല. പക്ഷേ ഒരു ഗിവൺ സിറ്റുവേഷനിൽ ഒരു സ്പെസിഫിക് ആയിട്ട് തന്നിരിക്കുന്ന ഒരു ഗിവൺ സിറ്റുവേഷനിൽ അതിനെ ഏറ്റവും നന്നായിട്ട് ഏറ്റവും ബെസ്റ്റായിട്ട് യൂസ് ചെയ്യുന്നത് ഏതാണോ അത് തന്നെയാണ് നല്ല സ്റ്റൈൽ എന്ന് പറയുന്നത്. അപ്പോൾ ആ ലാസ്റ്റ് ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് അതിനെ ആഡ് ചെയ്യേണ്ട ലെവൽ ഓഫ് മെച്യൂരിറ്റി ആണ്. ദോസ് ലീഡേഴ്സ് ഈസ് ട്രൈങ് ടു ഇൻഫ്ലുവൻസ്, എങ്ങനെയാണോ ലീഡേഴ്സ് അവരുടെ സബോർഡിനേറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് അത് അവരുടെ മെച്യൂരിറ്റിനെയാണ് കാണിക്കുന്നത്. ആൻഡ് ദിസ് ഇസ് ആഡഡ് അറ്റ് ദ ബോട്ടം ഓഫ് ദ 2D മോഡൽ. അപ്പോൾ 2D മോഡലിനൊപ്പം ആഡ് ചെയ്യാവുന്ന ഒരു കാര്യമാണ് യൂസ് ടു ഡിറ്റർമിൻ വിച്ച് സ്റ്റൈൽ ഈസ് ബെസ്റ്റ് ഫോർ ദ ലെവൽ ഓഫ് മെച്യൂരിറ്റി. ആ ഒരു ലെവൽ ഓഫ് മെച്യൂരിറ്റിക്ക് അനുസൃതമായിട്ട് ഏത് സ്റ്റൈലാണ് ഏറ്റവും ബെറ്റർ ആയിരിക്കുന്നത്, വെദർ ഹൈലി സ്കിൽഡ് ആണോ, നീഡിങ് സൂപ്പർവിഷൻ ആണോ, ഓർ നോട്ട് ദീസ് പേഴ്സൺസ് ആർ, അങ്ങനെയുള്ള വ്യക്തികളല്ല ഇവരെന്നുള്ളതിലാണോ എന്നുള്ളതാണ്. സോ വിത്ത് ദിസ് മെച്യൂരിറ്റി സ്പെക്ട്രം ഇൻ എ പ്ലേസ് ഇറ്റ് പ്ലേസസ് 4 മേജർ പോയിന്റ്സ് ആണ് ഇവിടെ പറയുന്നത്. വൺ ഇൻ ഈച്ച് ഓഫ് ദ 4 കോൺട്രൻസ് ഇൻ ദ ടാസ്ക് ആൻഡ് റിലേഷൻഷിപ്പ് ബിഹേവിയർ സ്റ്റൈൽ ലീഡർഷിപ്പ് ദാറ്റ് ക്യാൻ ബി യൂസ് ടു ഡിറ്റർമിൻ ഏതാണ് ഏറ്റവും നല്ല സിറ്റുവേഷൻ അനുയോജ്യമായിട്ടുള്ള ഒരു സ്പെസിഫിക് പേഴ്സണൽ എന്നുള്ളതാണ് ഈ ഒരു 4 ക്വാഡ്രൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ് പറയുന്നത്. ഏതും പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കറക്റ്റായിട്ട് ആ ഒരു സ്റ്റൈൽ അവിടെ പറയാൻ പറ്റുന്നില്ല. അത് ആ ഇൻഡിവിജ്വൽ സിറ്റുവേഷനും പേഴ്സണൽ ഇൻവോൾവ്മെൻറ്റും അതിൻ്റെ ട്രമൻഡസ് ജോബ്സ് കുറേ കിട്ടിയതുകൊണ്ടും നമുക്ക് അതിൻ്റെ റിസർച്ചോ വിസ്ഡമോ ഒന്നും ഏറ്റവും ബെസ്റ്റ് ആൻഡ് ഫൈൻ ലീഡർഷിപ്പ് സ്റ്റൈൽ ഇതാണെന്നൊന്നും നമുക്കവിടെ പറയാൻ സാധിക്കില്ല എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് ഇതിൽ വരുന്ന തിയറീസ്. നമ്മളിന്ന് മെയിനായിട്ട് കണ്ടിജൻസി തിയറി നോക്കി. അതിൽ ഫീഡ്ലേഴ്സിൻ്റെ കണ്ടിജൻസി മോഡൽ ആദ്യം എടുത്തു. അതിൽ LPC മോഡലും സിറ്റുവേഷണൽ ഫേവറബിൾനെസ്സും ലീഡർ സിറ്റുവേഷൻ മാച്ച് ആൻഡ് മിസ് മാച്ചും ഉണ്ടായിരുന്നത്. അതിൽ തന്നെ രണ്ടാമത്തെ ട്രൈ ഡയമെൻഷനിലായിരുന്നു. അതിൽ ടാസ്ക് ബിഹേവിയറും റിലേഷൻഷിപ്പ് ബിഹേവിയറും. അതിൽ തന്നെ പ്രധാനമായിട്ട് 4 ക്വാഡ്രൻസ് ആയിട്ട് പറഞ്ഞ ഉള്ള കാര്യങ്ങളാണ് ഡയറക്റ്റിങ്ങും കോച്ചിങ്ങും സപ്പോർട്ടിങ്ങും ഡെലിഗേറ്റിങ്ങും ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇനി നെക്സ്റ്റ് മോഡൽസ് നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ
എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.